ഗായ്സ്, നമ്മളെന്തിനാ വന്നേ? നമ്മളെ തറവാട്ടിലെ മൂത്ത കാരണവര് നാളെ ഗൾഫ് പോവാണ്. അപ്പൊ ഞമ്മള് തലേന്നേ കുറ്റം പറിച്ച് ഇങ്ങോട്ട് പോന്ന്. അപ്പൊ ഗൾഫ് പോണതിന്റെ ബാക്കി വിശേഷങ്ങള്, അതായത് വീട്ടിലെ ഒരുക്കങ്ങളും കാര്യങ്ങളും അതൊക്കെ കാണിച്ചുതരാം. ഓക്കെ, അപ്പൊ കിച്ചണിലാണ് നമ്മളെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ കമോ എന്താ അവിടെ പരിപാടി? ചട്ടിപ്പത്തിരി ഗായ്സ്. ആരാണ് ചട്ടിപ്പത്തിരി വെക്കണേ? നമ്മളെ കുടുംബത്തിലെ ഒരു പ്രധാന ഷെഫാണ് കേട്ടോ അത്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? അല്ല, വർക്ക് ചെയ്യുന്ന എവിടെ? അരയെടുത്ത് പാലം. ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടാട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നേ. നല്ലോണം പരക്കട്ടെ. ഒരു ചട്ടിപ്പത്തിരി വ്ളോഗും കൂടിയാവും. സെറ്റ്. അപ്പൊ ചട്ടിപ്പത്തിരിന്റെ ലീഫ് മൊത്തത്തിൽ മുക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട. അപ്പൊ ഇതൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോ ഇളയ മാമന്റെ വീട്ടിലെ കലാപരിപാടികളാണ് ഇപ്പൊ കണ്ടത്. ഇനി നമുക്ക് നേരെ മൂത്ത മാമന്റെ വീട്ടിലേക്ക് പോവാം. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട്. വെരി കാണിച്ചരാം. ഇവിടുന്ന് അത്ര ദൂരത്തേക്കാണ് നമുക്ക് പോവാനുള്ളത്. അതാണ് ആ കാണുന്നതാണ് കേട്ടോ മൂത്ത കാരണവരുടെ വീട്. നോക്കട്ടെ ഇതാണ് കടായിക്കുള്ള സെറ്റപ്പ് അടവിടെ. നമ്മളെ കുടുംബത്തിലെ കടായി നിൽക്കാം. ഇപ്പൊ മാമിക്കുട്ടി, എന്താണ് നിങ്ങളെ കടായിനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ തന്നെ ഒരു അഭിപ്രായം? എന്റെ കടായിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം. ഞങ്ങൾക്ക് തീരെ അഭിപ്രായം ഇല്ല. സെറ്റ് ആവാട്ടോ കടായി. ഞങ്ങൾ വെറുതെ പറഞ്ഞോ, കടായി നല്ല അടിപൊളി കടായിയാണ്. ഇനി അങ്ങനെ പറഞ്ഞില്ല, ഒരു കുടുംബ പ്രശ്നത്തിനുള്ള ഒരു വക വെക്കാൻ. കേടായതെങ്കിലും കിട്ടണമെങ്കിൽ നല്ലോ പറയണം. അപ്പൊ ഇതാണ് നമ്മളെ ഗൾഫ് പോണ ആളെ ഭാര്യ. അപ്പൊ ആ സങ്കടത്തിലോ വിഷമത്തിലൊക്കെ ആണ്. മിണ്ടുന്നില്ല. അതെ, നേരത്തെ അല്ലേ ഇപ്പൊ മിണ്ടി. അത് നമ്മളെ വിഭവങ്ങൾ പറഞ്ഞു തന്നാണല്ലോ. അതെ, മാമി വളരെ പിയാപ്പിൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കാണ് ഗൈസ്. എനിക്ക് ഫുള്ള് പണിയാ. സാരല്ല, ഒരു ദിവസമൊക്കെ അല്ലേ, അഡ്ജസ്റ്റബിൾ. അപ്പൊ നമ്മളെ കടായി അയക്കുന്നത് ഞാൻ പ്ലേറ്റ് ഒക്കെ ആയിട്ട് വന്നാണ് കേട്ടോ ഗൈസ്. ടേസ്റ്റ് ചെയ്യാനാണോ സന? ചെറിയ കഷ്ണം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ചെയ്യാന് എന്തൊരു സാധനം, ചെറിയ കഷ്ണം തപ്പി നോക്കാണ്. നോക്കൂ, നല്ല ചൂടാണ് ഗൈസ്. നന്നോ? അടിപൊളി അടിപൊളി. ഏടായില്ല കടായിട്ട്. നമുക്കെല്ലാം കൂടി അടിപൊളി. കുഴപ്പമില്ല, സെറ്റാണ്. അതാണ് മക്കളെ. ഷെഫ് പോയി ഷെഫിനെ കാണില്ല. ഭക്ഷണം കഴിക്കുമ്പോ പീസ് തരാണ്ടിരിക്കരുത്. ഇപ്പൊ ഗൈസ് ഇവിടെ ചട്ടിപ്പത്തിരിതാ ചട്ടികളിൽ ഇങ്ങനെ നിരന്ന് നടക്കുന്നു. അയ്യോ അടിപൊളി. നമ്മളെ ഷെഫ് 4 ചട്ടിയിൽ ഒരുമിച്ചാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരേ നേരം കൊണ്ട് 4 ചട്ടിപ്പത്തിരി. നമ്മളെ കഴിക്കാനുള്ള പൂരി മല ചുമന്നുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുവരാട്ടോ മാമി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ബാക്കിൽ സംഭവം കണ്ടത്. നാളെ പോകാനുള്ള ടെൻഷനിൽ മാമൻ എന്തോ ആലോചനയിലാണ് കേട്ടോ. അടുത്ത പരിപാടി എന്താ? വെട്ടിയെട്ടൽ തന്നെ. വെട്ടിയെട്ടാൻ ആദ്യം സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി എടുത്തു വെച്ച് വെട്ടിയെട്ടൽ ആരംഭിച്ചിട്ടോ. ഈ പ്രവാസികൾ എന്ന് പറയുന്നത് ഗൾഫിലെ സാധനങ്ങൾ മുഴുവനും പെട്ടിയിലാക്കി ചുമന്നുകൊണ്ട് നാട്ടിലേക്ക് വരണം. അതേപോലെ തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോൾ നാട്ടിലുള്ള കിട്ടുന്ന സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി തിരിച്ച് ഗൾഫിലേക്ക് പോകണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ആണല്ലോ ജീവിതത്തിൽ ഒരു രസമൊക്കെ ഉള്ളത്. അല്ലാണ്ട് എന്ത് ജീവിതമല്ല. എന്നാലും മാമൻക്കൊന്നും പറയാനുള്ള സ്ഥിതിക്ക് ഞമ്മള് പറയാം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നോ. മാമൻ ഇപ്പളെ ഷൂ ഒക്കെ ഇട്ട് പുറപ്പെട്ട് കിടക്കാൻ പോവാണ്. ടൈം ആവുമ്പോ പോയാ മതിയല്ലോ. പുതിയ ഷൂ ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ടാറ്റാ.